പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് നല്ല കർത്താവിനെ സന്തോഷത്തോടെ പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ഇത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ ജൂൺ മാസത്തിലെ ഫസ്റ്റ് ഞായറാഴ്ച ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ചെയ്ത വലിയ കൃപയെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി 3 മാസങ്ങൾക്ക് ശേഷം നിങ്ങളെ പിന്നെയും ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് ആരാധിക്കുവാനും പരിശുദ്ധാത്മാവ് നൽകിയ വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കസേരകളിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചു വെച്ച് നിങ്ങളുടെ കരങ്ങൾ കൊടുത്ത് പിടിച്ചു വെച്ച് ഒരു നിമിഷം കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാനുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തനുള്ളിൽ തന്നെ നമ്മുടെ മധ്യത്തിൽ എത്തിച്ചേരും. ഞങ്ങൾ കരം കൊടുത്ത് പിടിച്ച് അടുത്തിരിക്കുന്ന ആളിൻ്റെ കരം പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. അല്പസമയം കർത്താവെ ഞങ്ങളുടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇതിന് മുമ്പേ തന്നെ പറയട്ടെ, ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാത്ത പറഞ്ഞ നോർത്ത് ഇന്ത്യ വളർന്നുകൊണ്ട് കോവിഡ് വന്നപ്പോൾ മലയാളം പഠിക്കേണ്ടി വന്ന് പിന്നെ നമ്മുടെ ഷാജി പാസ്റ്റർ ബാംഗ്ലൂരിലെ പുള്ളിക്കാരനെ ഇച്ചിരി മലയാളം പഠിപ്പിച്ച് അതുകൊണ്ട് മലയാളം പഠിച്ചു. പക്ഷെ പ്രസംഗിക്കാൻ നേരം ഇംഗ്ലീഷ് ബെറ്റർ എനിക്ക്, അതുകൊണ്ട് പാസ്റ്ററിന്റെ സഹായം ചോദിച്ച. മോസ്റ്റ് ഓഫ് ദ ക്രിസ്ത്യൻസ് ഹാവ് എ പ്രോബ്ലം. വി ആർ ആംഗ്രി പീപ്പിൾ. ഒത്തിരി വിശ്വാസികളുടെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി മുൻദേഷ്യക്കാരാണ്. How many of you have gone to shop and seen buy one get one free? കടകളിലൊക്കെ പോയി ഒന്ന് വാങ്ങിയാൽ ഒന്നുകൂടെ കിട്ടുമെന്നുള്ള ഓഫർ കണ്ട് എത്ര പേര് പോയിട്ടുണ്ട്? Okay, only one person has seen, others have not seen. You should go to market regularly. ഒരാളുടെ കരം മാത്രമേ കണ്ടുള്ളൂ, ബാക്കിയുള്ളവർ ചന്തയിൽ പോയ സാധനങ്ങൾ വാങ്ങുന്നത്. Let me give you another message. ഒരു മെസ്സേജ് കൂടെ നിങ്ങളോട് പറയാം. In Romans chapter 12, റോമാലേഖനം 12-ാം അധ്യായം, it says present yourself as a living sacrifice. നിങ്ങളുടെ ജീവനെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. How can you become a living sacrifice? എങ്ങനെ നിങ്ങൾക്ക് ജീവനുള്ള യാഗമായി സമർപ്പിക്കാൻ See, കഴിയും? when the olden days sacrifice took place, പണ്ടുകാലങ്ങളിൽ യാഗങ്ങൾ നടന്നുകൊണ്ടിരുന്നത് what used to happen? എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? They would take a knife, അവർ കത്തിയെടുക്കും, they will take the animal, അവർ ആ മൃഗത്തെ അടുത്തു കൊണ്ടുവരും, and they will cut off the neck. അവരുടെ ആ മൃഗത്തിന്റെ കഴുത്ത് അറുത്തു കളയും. There was a sacrifice that took place. അങ്ങനെയാണ് യാഗം നടന്നുകൊണ്ടിരുന്നത്. That's what you all thought. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. No, but that is not what it happened. That is not what really happened. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. Let me explain it to you. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. In the Old Testament, in Exodus, it says, പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ for a sacrifice, ആ യാഗത്തിനായിട്ട് the first knife is on the throat. ആദ്യം കത്തി വെക്കുന്നത് കഴുത്തിൽ വെക്കും, to cut it. അതിങ്ങനെ കട്ട് ചെയ്യും. Second knife is on the feet. രണ്ടാമത് കത്തി വെക്കുന്നത് കാലിലാണ്, to cut it. അവിടെ കട്ട് ചെയ്യും. Third knife is kept over here. ആ വയറിന്റെ ഭാഗത്ത് മൂന്നാമത്തെ കത്തി വെക്കും, and cut third cut. മൂന്നാമത് ഇങ്ങനെ കട്ട് ചെയ്യും. The reason, കാരണം, so if I cut your neck you will die. കഴുത്തിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ മരിച്ചു പോകും. So how can you become a living sacrifice? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവനുള്ള യാഗമായി തീരുവാൻ കഴിയുന്നത്? Because you will die. അപ്പോൾ തന്നെ മരിക്കുകയല്ലേ. So God wants a different kind of cut in your life. നമ്മുടെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ ചില മുറിവുകളെ ദൈവം ആഗ്രഹിക്കും. The first cut is symbolically, that means God wants you to change everything above your neck. ആദ്യം കഴുത്തിലുള്ള കട്ടെന്ന് പറയുന്നത് നിന്റെ തലയ്ക്കും കഴുത്തിനും മുകളിലോട്ടുള്ള ഭാഗങ്ങളുടെ ചിന്താഗതികൾ മാറണം. Your thinking has to change. നിന്റെ ചിന്താഗതികൾ മാറണം. Your speaking has to change. സംസാര രീതി മാറണം. Most people speak only kashtam and nashtam. ഒത്തിരി ആൾക്കാർ പറയുന്നത് കഷ്ടവും നഷ്ടവുമാണ്. In my church, when I baptize people, എന്നെ സ്നാനപ്പെടുത്തിയ ചർച്ച്, in my church when I baptize, ഞാൻ സ്നാനപ്പെടുത്തുന്ന സമയത്ത് എന്റെ ചർച്ചിൽ I tell everybody, ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയും, open your mouth, വായ്കളെ തുറക്കുക, because I want to baptize your tongue too. നിങ്ങളുടെ വാകൂടെ സ്നാനപ്പെടുത്തുവാനുണ്ട്. നിങ്ങളുടെ നാവിനെ സ്നാനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. നാവുകൂടെ സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ട്. Many people close it very tight.
എല്ലാവരും വായ് ഇങ്ങനെ മുറുകെ പിടിക്കും. After you come out of the water, വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, when you get angry with your husband, ഭർത്താവിനോട് ദേഷ്യം വരുമ്പോൾ, why did I marry you? ഈ മനുഷ്യനെ ഞാൻ എന്തിനാണ് കല്യാണം When you get angry with your children, കുഞ്ഞുങ്ങളോട് ദേഷ്യം വരുമ്പോൾ, എടാ മണ്ട, എടാ മണ്ട എന്ന് we will call them every other name on the earth. ഈ ലോകത്തിലുള്ള എല്ലാ മറ്റു പേരുകളും അവരെ വിളിക്കും. പിശാചേ. പിശാചേ. I'm from Punjab. ഞാൻ പഞ്ചാബിൽ നിന്നാണ്. In Punjab, when we get angry, we say to our children, ആ പഞ്ചാബിൽ ഞങ്ങൾ ദേഷ്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഓ പറയാറുള്ളത്? ഖോത്തേടെ പോത്ത്, കഴുതേന്റെ മോനെ. കഴുതയുടെ മക്കളെ ഇവിടെയും ആ, പറയാറുണ്ട്. ഇവിടെ പറയോ? ഓ, okay. ഇന്ത്യ ആയതുകൊണ്ടായിരിക്കും. But one thing I have learned, ഞാൻ ഒന്ന് മനസ്സിലാക്കി, only a dog gives birth to a dog. പട്ടി പട്ടിക്ക് ജന്മം കൊടുക്കാറുള്ളൂ. Cat only gives birth to a cat. പൂച്ച പൂച്ചയ്ക്ക് ജന്മം കൊടുക്കും. If your son is devil, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പിശാചാണെങ്കിൽ, if they are donkey, കഴുതയാണെങ്കിൽ, who are you? നിങ്ങൾ ആരാണ്? അത് കഴിഞ്ഞിട്ട് വരും, പാസ്റ്റർ പ്രാർത്ഥിക്കണം, എന്റെ പിള്ളേർക്ക് പഠിക്കുന്നില്ല. മണ്ട വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാൻ പോന്നെ? Speak life over your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ജീവൻ ഉണ്ടാകട്ടെന്ന് പറയുക. Speak life over your marriage. നിങ്ങളുടെ വിവാഹത്തെ നോക്കി ജീവൻ ഉണ്ടാകട്ടെന്ന് പറയുക. Speak life over your finance. നിങ്ങളുടെ സമ്പത്ത് നോക്കി അതിനകത്ത് ജീവൻ ചലിക്കട്ടെന്ന് പറയുക. I always take my wallet and I speak life over it. ആ പേഴ്സ് എടുത്തപ്പോഴും ഞാൻ അതിനകത്ത് ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറയും. I always say let it multiply in the name of Jesus. ഇത് വർദ്ധിച്ച് പെരുകട്ടെ എന്ന് ഞാൻ പറയും. I don't speak lack. ഞാൻ അതിൽ കുറവ് എന്ന് ഞാൻ പറയാറില്ല. It may look difficult. അത് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Because like Jesus said, woman. കർത്താവ് ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു. So sometimes Jesus will say to us something that is difficult. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും യേശു നമ്മളോട് പറയാറുണ്ട്. But if we do it, പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നുവെങ്കിൽ, let me explain it to you. ഞാൻ നിങ്ങളോട് വിശദീകരിക്കട്ടെ. When Jesus tells you to give, കർത്താവ് നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞാൽ, is it easy to give? അത് വളരെ കൊടുക്കാൻ ഈസിയാണോ? How many of you find it easy to give? ഈസിയാ കൊടുക്കാൻ എത്ര പേര് ഈസിയായി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you find it difficult to give? പലർക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Some of us give. How do we give? എത്ര കൊടുക്കും? Some of us, when offering time comes, ഓഫറിംഗ് വരുന്ന സമയത്ത്, bucket is coming, then we take our offering, our wallet. ഇങ്ങനെ ഓഫറിംഗ് ബോക്സ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പേഴ്സ് ഇങ്ങനെ എടുക്കും. Then we look to the left and to the right. ഇടത്തും വലത്തും നമ്മൾ നോക്കും. If they are looking, അവർ നിങ്ങളെ നോക്കുന്നു എങ്കിൽ നമ്മൾ 500ന്റെ നോട്ട് പുറത്തെടുക്കും. as soon as they change, അവരുടെ മുഖം മാറുമ്പോൾ നമ്മളത് 10 പുറത്തെടുക്കും. അത് മുറുകെ പിടിക്കും. because our left should not know what our right is giving. വലതു കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. So what do we do? അപ്പോൾ എന്ത് ചെയ്യും? Then we hold the money so tight. ആ പൈസ നമ്മളിങ്ങനെ മുറുകെ പിടിക്കും. And then we put the offering. നമ്മളത് ഓഫറിംഗ് ബോക്സിനകത്തിടും. When we put the offering, നമ്മൾ ആ ഓഫറിംഗ് ബോക്സിനകത്തിടുമ്പോൾ you squeeze the money so tight. അതിനെങ്ങനെ ഞെക്കി പിഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. Even Gandhiji was crying when you squeezed him so tight. ഗാന്ധിജിയുടെ തലയെ ഞെക്കി പിടിച്ചു വെച്ചിരിക്കുക. ഗാന്ധിജി കരഞ്ഞുകൊണ്ടിരിക്കുക. Give with a smile. അത് കൊടുക്കുന്നത് ചിരിച്ചുകൊണ്ട് കൊടുക്കുക. Give with joy. സന്തോഷത്തോടെ കൊടുക്കുക. Amount is not a problem. എത്ര നൽകുന്നു എന്നുള്ളത് വിഷയമല്ല. You are not giving it to a church. നിങ്ങൾ സഭയ്ക്കല്ല കൊടുക്കുന്നത്. You are not giving it to your pastor. നിങ്ങളുടെ പാസ്റ്ററിനല്ല കൊടുക്കുന്നത്. You are giving it to God. ദൈവത്തിനാണ് കൊടുക്കുന്നത്. Only God multiplies. ദൈവത്തിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. Jesus will say hard words. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച്. ചില വാക്കൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും, പക്ഷെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹം. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പലതും നമുക്കൊരു സങ്കടകരമാകും, പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ ബ്ലെസ്സിംഗ് ആയി മാറും. അബ്രഹാമിന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു. അബ്രഹാമിനോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. In Genesis 22,
ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. Take your son, your only son. നിന്റെ ഏറ്റവും ഏക പുത്രനെ എടുത്തുകൊള്ളുക. Only son. ഒരേ ഒരു ഏക മകനെ എടുത്തുകൊള്ളുക. My question. എൻ്റെ ചോദ്യം, How many sons does Abraham have? അബ്രഹാമിന് എത്ര മക്കളുണ്ട്? 1, 2. He had 2 sons. രണ്ട് മക്കൾ. 2 sons. രണ്ട് മക്കൾ. But God says your only son. ദൈവം പറഞ്ഞു നിന്റെ ഏക മകനെ. Is God bad in mathematics like some of us? നമ്മളെപ്പോലെ കണക്കിന് മോശമാണോ ദൈവം? No. അല്ല. Listen to me. ശ്രദ്ധിക്കുക. God does not recognize anything that is born in flesh. ജഡത്തിലുള്ളതിനെ ഒന്നും ദൈവം സ്വന്തമെന്ന് എണ്ണുന്നില്ല. God only recognizes what is born in the spirit. ആത്മമണ്ഡലത്തിൽ ജനിക്കുന്നതിനെയാണ് ദൈവം ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുന്നത്. So you need to change your way you think and you speak. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ മാറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. Second, the feet was cut. രണ്ടാമത് കട്ട് ചെയ്യുന്നത് പാദങ്ങളെയാണ്. For living sacrifice. അത് ജീവനുള്ള യാഗമായി തീരേണ്ടതിന്. Why the feet? എന്തുകൊണ്ടാണ് പാദങ്ങളെ കട്ട് ചെയ്യുന്നത്? How many of you cut a chicken? കോഴിയെ അറുക്കുന്ന എത്ര പേരുണ്ട്? ആരും ചെയ്തിട്ടുണ്ടോ? Anybody done? There are few people who have done it. I have done it when I was in 2nd standard. രണ്ടാം ക്ലാസ്സിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ കോഴിയെ കട്ട് ചെയ്തിട്ടുണ്ട്. And I learned something. ഞാൻ അതിൽ നിന്ന് ഒന്ന് പഠിച്ചു. Something very nice. വളരെ രസകരമായ ഒന്ന്. You put your foot on the chicken. കോഴിയുടെ കാലുകളാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ take the neck. കത്തി എടുത്തു. Cut the neck. അതിന്റെ കഴുത്ത് കട്ട് ചെയ്തു. As a 2nd standard boy, രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഞാൻ, I would take my leg off the chicken. കോഴിയുടെ മേലിൽ നിന്ന് കാല് മാറ്റി വെക്കും. And the chicken will run without a head. തലയില്ലാതെ കോഴി ഓടി നടക്കാൻ തുടങ്ങും. God doesn't want you to run without a head. തലയില്ലാതെ ഓടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. That is why he wants you to cut your feet and be planted in the house of the Lord. നിന്നെ ദൈവത്തിന്റെ ഭവനത്തിനകത്ത് നട്ടിരിക്കുന്നു. പ്രയാസങ്ങൾ വന്നാലും കഷ്ടത വന്നാലും സംസാരം നടന്നാലും ദൈവം ഇവിടുന്ന് മാറത്തില്ല. എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ആ ദൈവ ഭവനത്തിനകത്ത് നിന്ന് ദൈവം മാറുന്നില്ല. ഞാൻ ദൈവമേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ ഞാൻ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കും. I will pray till I see a breakthrough. ഞാൻ ഒരു വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. See, that's how we should be committed over there. അതാണ് നമ്മുടെ പാദങ്ങളെ ദൈവസന്നിധിയിൽ ജീവനുള്ളതായി സമർപ്പിക്കുക. The third cut is in the middle. മൂന്നാമത് കട്ട് ചെയ്യുന്നത് എൻ്റെ വയർ ഭാഗത്താണ്. And then the organs were taken out. അതിന് വയറിനകത്ത് കിടക്കുന്ന അവയവങ്ങളെ പുറത്തെടുക്കുക. Some of us have bitterness inside. അകത്ത് കിടക്കുന്ന കയ്പുകൾ, unforgiveness, മറക്കാൻ കഴിയാത്ത അനുഭവം. God wants to take it out. അതെല്ലാം അകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുവാൻ ദൈവം. If you can take that out, അതെല്ലാം അകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുക. if you can be planted in the house of the Lord, നിങ്ങൾ ദൈവത്തിന്റെ ഭവനത്തിനകത്ത് നട്ടിരിക്കുന്നു. if you can change your mindset and your speaking, ദൈവത്തിന്റെ ചിന്താഗതികളെ നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റി ദൈവിക ചിന്താഗതികളായി മാറ്റുന്നുവെങ്കിൽ, I promise you will become a living sacrifice for the Lord. നിശ്ചയമായും ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള യാഗമായി നിങ്ങൾ മാറിയിരിക്കും. Woman, സ്ത്രീയെ, my time has not come. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. This is not my problem. ഇതെന്റെ പ്രശ്നമല്ല. That's what he said. അതാ കർത്താവ് പറഞ്ഞത്. He's saying to Mary. മറിയയോട് പറഞ്ഞു, when I was in Delhi, ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ my mom one day said to me, "Mane, go and buy some vegetables." ചില പച്ചക്കറികൾ മേടിച്ചുകൊണ്ട് വരാൻ എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടു. I said, "Mommy, service charges." അമ്മയോട് ഞാൻ പറഞ്ഞു, അങ്ങ് പോയി വാങ്ങുന്നതിനുള്ള സർവീസ് ചാർജ് തരണം. Tax. You have to service charge plus tax. ടാക്സും കൂടെ തരണം. She went to the kitchen. ആ അടുക്കളയിലേക്ക് അമ്മ പോയി. She bought the kettle wire, electric wire. ആ കെറ്റിലിന്റെ വയർ കൂടെ എടുത്തുകൊണ്ട് വന്നു. She gave me one beating on my backside. എൻ്റെ പുറകിൽ നന്നായിട്ട് ഒരു അടി തന്നു. I said, "Stop, I'm your pastor." ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ പാസ്റ്ററാണ്. They used to come to my church.
അവരെല്ലാം എന്റെ ചർച്ചിലാ So I വന്നോണ്ടിരിക്കും. said, I'm your pastor. ഞാൻ നിങ്ങളുടെ പാസ്റ്ററാണ്. You can't beat me. എന്നെ അടിക്കാൻ പറ്റില്ല. I don't want to buy any vegetables now. ഒരു പച്ചക്കറിയും വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. She took out the wire again and gave me one more. ഒരു അടി കൂടി അമ്മ എനിക്ക് തന്നു. And I said, what and all vegetables do you want? എന്തൊക്കെ തരത്തിലുള്ള പച്ചക്കറികളാണ് വാങ്ങേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. My father said, എന്റെ അപ്പം പറഞ്ഞു, a prophet has no honor in his own hometown. എന്റെ അപ്പൻ എന്നെ നോക്കി പറഞ്ഞു, പ്രവാചകന്മാർക്ക് സ്വന്തം ഭവനത്തിൽ മാന്യതയില്ല. It'll be difficult, some of the things. ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണ്. But when you do it, നമ്മൾ അത് ചെയ്യുമ്പോൾ, Abraham took his only son. ഒരു ഏക പുത്രനെ അബ്രഹാം എടുത്തു. In Genesis 22, God says, Abraham, because you have obeyed me, I will bless you. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ, അബ്രഹാമേ നീ എന്നെ അനുസരിച്ചുകൊണ്ട് ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. Mary did not stand to argue with Jesus. യേശുവിനോട് തർക്കിച്ചു നിൽക്കുവാൻ മറിയ നിന്നില്ല. Mary turned around and said to the servants, അവിടെ നിന്ന ശിഷ്യന്മാരോടായി മറിയ പറഞ്ഞു, do whatever he says. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ. He says, woman, my time has not come. എന്നാൽ യേശു പറഞ്ഞത്, സ്ത്രീയെ എന്റെ സമയം വന്നിട്ടില്ല. But Mary knew who she was. ആ മറിയയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ആരാണ് യേശു He is എന്നുള്ളത്. the anointed one. അവൻ അഭിഷിക്തനാണ്. He is resurrection. He is life. അവന്റെ അകത്ത് ജീവനുണ്ട്. He is going to be a water walker. അവൻ വെള്ളത്തിന്മീതെ നടക്കുവാൻ കഴിവുള്ളവനാണ്. She knew he is going to do great and mighty things. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ So ശക്തനാണ്. she placed a demand on the anointing. അവൻ ആ അഭിഷിക്തന്മാരോട് ഇങ്ങനെ പറഞ്ഞു, She placed a demand on the anointing. ആ അഭിഷേകത്തെ അവൾ അവകാശമായി പറഞ്ഞു. She said, you have to do it, servants, whatever he says. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. She did not talk to him anymore. അവൾ മറ്റൊന്നും പറഞ്ഞില്ല. She did not talk to Jesus anymore. യേശുവിനോട് മറ്റൊന്നും പറഞ്ഞില്ല. She just turned around and said, do what he says. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് Her പറഞ്ഞു. faith, അവരുടെ വിശ്വാസം, her faith, അവരുടെ വിശ്വാസം, that I can move the mountain. മലകളെ മാറ്റുവാൻ കഴിയുന്ന It വിശ്വാസം, can move the hand of God. ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്ന Your faith വിശ്വാസം, has the power to move mountains. മലകളെ മാറ്റുവാൻ കഴിയുന്ന വിശ്വാസം. It may look like nobody's hearing you, ആര് നിന്നെ കേൾക്കുന്നു എന്നുള്ളതല്ല. but turn around അവൾ തിരിഞ്ഞു and say to the servants, ആ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, do what he says. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുവേ. Her faith moved Jesus. അവളുടെ വിശ്വാസം കർത്താവിനെ ചലിപ്പിച്ചു. Your faith has the power to produce miracles in your life. നമ്മുടെ വിശ്വാസത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. In 2014, 2014 I lost my church. എൻ്റെ സഭ എനിക്ക് നഷ്ടപ്പെട്ടു. I was cheated, betrayed. ഞാൻ വഞ്ചിക്കപ്പെട്ടു. I did not know what to do. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. I thought I'll commit suicide. എൻ്റെ ഹൃദയത്തിനകത്ത് ആത്മഹത്യ ചെയ്യുവാൻ ചിന്തിച്ചു. I prepared myself to commit suicide. ഞാൻ ആത്മഹത്യക്ക് വേണ്ടിയുള്ള പ്ലാനുകൾ ഒരുക്കി. I was discouraged. ഞാൻ ഒത്തിരി അധികം തകർക്കപ്പെട്ടു. My wife said to me a statement. എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, People didn't call you, God called you. മനുഷ്യനല്ല നിന്നെ വിളിച്ചത്, ദൈവമാണ് നിന്നെ വിളിച്ചത്. People didn't appoint you, God appointed you. മനുഷ്യനല്ല നിന്നെ ഹല്ലേലൂയ ആക്കി വെച്ചത്, ദൈവമാണ് നിന്നെ അതിനായി ആക്കി വെച്ചത്. It is not your reputation, it is God's reputation. ഇത് നിന്റെ പദ്ധതികളല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതികളാണ്. I slowly came back into the ministry. ഞാൻ പിന്നെയും ശുശ്രൂഷയിലേക്ക് മടങ്ങി. I was already overseeing over 400 churches that time. ആ സമയത്ത് ഏകദേശം 400-ലധികം ചർച്ചകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. I came back to preach after 2 months. 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ I said, God, I'm a broken vessel. ഞാനൊരു തകർക്കപ്പെട്ട പാത്രമാണ്. Whatever you say, I will do. നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാം. God said to me, കർത്താവിനോട് പറഞ്ഞു, I'm going to send you to the most dangerous countries where nobody can go.
ആർക്കും പോകാൻ കഴിയാത്ത അപകടകരമായ രാജ്യങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കും. You will have to pay the cost for me. അതിനു വേണ്ടി നീ വില കൊടുക്കേണ്ടതായി വരും. Will you be ready? നീ അതിന് റെഡിയാണോ? I said, yes, Lord. ഞാൻ പറഞ്ഞു, തയ്യാറാണ് കർത്താവേ. 2016 I made my first trip to Afghanistan. അഫ്ഗാനിസ്ഥാനിലേക്ക് 2016 എൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചു. 2019 I was arrested in Afghanistan. 2019 ഞാൻ അഫ്ഗാനിസ്ഥാനിൽ അറസ്റ്റ് ചെയ്തു. I came out of Afghanistan. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഞാൻ മടങ്ങി വന്നു. I have still been going in Afghanistan. ഇപ്പോഴും ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. We have 3 churches in Afghanistan. 3 ചർച്ചുകൾ അഫ്ഗാനിസ്ഥാനിലുണ്ട്. Right now we are smuggling Bibles. We are smuggling Bibles. ഞങ്ങൾ ബൈബിളുകൾ കള്ളക്കടത്ത് നടത്തും. In Iran. ഇറാനിലേക്ക് 5 lakh Bibles. 5 ലക്ഷം ബൈബിളുകൾ ഞങ്ങൾ കള്ളക്കടത്ത് നടത്തും. People ask a question. ആൾക്കാർ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കും, Is it easy? അത് ആയാസകരമാണോ? No. അല്ല. Are you scared of death? നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നുവോ? Nah. ഇല്ല. You know why? എന്തുകൊണ്ടെന്നാൽ, Because if I die, ഞാൻ മരിച്ചാൽ I'll go to heaven. ഞാൻ സ്വർഗ്ഗത്തിൽ പോകും. I don't have to wait another 30-40 years. അടുത്ത 30-40 വർഷം വെയിറ്റ് ചെയ്യാൻ എനിക്കില്ല. But I said to the Lord, ഞാൻ കർത്താവിനോട് പറഞ്ഞു, I will place a demand on the anointing. ഞാൻ അതിനു വേണ്ടി, ആ അഭിഷേകത്തിന് വേണ്ടി വില കൊടുക്കും. And when I place that demand on the anointing, you have to manifest. ഞാൻ അതിനു വേണ്ടി വില കൊടുത്താൽ അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യണം. My daughter studied in one of the best schools in the world. ലോകത്തിലെ നമ്പർ 1 സ്കൂളിലാണ് എൻ്റെ മകൾ പഠിക്കുന്നത്. In Oxford. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. In Oxford school. സ്കൂൾ. When she took the admission, 2,000 children from around the world write exam. 2000-ലധികം കുഞ്ഞുങ്ങൾ എക്സാം എഴുതിയതിൽ She wrote the exam. അവളും ആ എക്സാം എഴുതി. She got selected. അവൾ സെലക്ട് ചെയ്യപ്പെട്ടു. 2 years we said to her, you will study in that school. ആ 2 വർഷങ്ങൾ അവിടെ പഠിക്കുവാനിടയായി. We said to her, you will study in this school. You will study in this school before she got admission. ആ അഡ്മിഷൻ ലഭിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞു, നീ ആ സ്കൂളിൽ പഠിക്കും. She said, Daddy, the fees is too much. അതിന്റെ ഫീസ് വളരെ വലുതാണ്. I said, that is not your problem. അത് നിന്റെ വിഷയമേ അല്ല. I said, that is the heavenly Father's അത് problem. സ്വർഗ്ഗത്തിന്റെ വിഷയമാണ്. What is faith? എന്താണ് വിശ്വാസം? My father teaches faith. എന്റെ അപ്പൻ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കും. But let me change it a bit. അത് ശകലം മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In English, faith is F-A-I-T-H. ഇംഗ്ലീഷിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് FAITH. Father, all in thy hands. പിതാവിന്റെ കയ്യിലാണ് എല്ലാം എന്നാണ്. That means it's not my headache. അത് എന്റെ തലവേദനയെ അല്ല. It is not my problem. എന്റെ വിഷയമേ അല്ല. I am going to sleep like a baby. ഞാൻ ഒരു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങും. My heavenly Father will take care of my എന്റെ needs. സ്വർഗീയ പിതാവിന്റെ കാര്യം നടത്തി തരും. My Bible says, എന്റെ വേദപുസ്തകം my പറയുന്നു, God shall supply all my needs according to his riches and his glory. എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും അവന്റെ മഹിമാ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. God will supply. അവൻ അത് ചെയ്തു തരും. I told my daughter, God will take care. ദൈവം അത് നോക്കിക്കോളും. She said, okay, went to the school and I said, I don't have any salary. അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ എനിക്ക് യാതൊരു വരുമാനവുമില്ല. I told the principal. പ്രിൻസിപ്പലിനോട് ഞാൻ They said, പറഞ്ഞു, this is the fees you have to pay. പ്രിൻസിപ്പൽ പറഞ്ഞു, ഇത്രമാത്രം ഫീസ് അടയ്ക്കുവാനുണ്ട്. 30,000 pounds. 30,000 പൗണ്ട് 1 year. ഒരു വർഷത്തിൽ. That is 30 lakh rupees per year. ഒരു വർഷം 30 ലക്ഷം രൂപ. I said, I don't have it. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിലില്ല. I don't have a salary. എനിക്ക് ശമ്പളമില്ല. She said, show me your bank account. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാണിക്കാൻ. I showed my bank account. എന്റെ ബാങ്ക് അക്കൗണ്ട് She കാണിച്ചു. said, you are the first pastor I am seeing, you don't have a salary. ഞാൻ ഈ ലോകത്തിൽ കാണുന്ന ആദ്യത്തെ ഒരു പാസ്റ്ററാണ് സാലറി ഇല്ലാതെ വർക്ക് I said, my salary comes from up. എന്റെ സാലറി സ്വർഗത്തിൽ നിന്ന് വരുന്നു. I said, my faith is in God. എന്റെ വിശ്വാസം ദൈവത്തിലാണ്. I said, if you want her to study here, you will pay her fees.
അവൾ ഇവിടെ പഠിക്കണമെങ്കിൽ നിങ്ങൾ അവളുടെ ഫീസ് അടയ്ക്കണം. They said, okay, we will pay her fees. അവർ പറഞ്ഞു ഞങ്ങൾ അവളുടെ ഫീസ് അടച്ചോളാം. I started to cry. ഞാൻ കരയുവാൻ തുടങ്ങി. They were like, don't worry, sir. അവർ പറഞ്ഞു ഭാരപ്പെടേണ്ട, We will pay her lunch money even. അവളുടെ ഉച്ചഭക്ഷണത്തിനുള്ളതും കൂടെ കരുതാം. We will pay her uniform money. അവളുടെ യൂണിഫോം ഞങ്ങൾ അടയ്ക്കാം. We will pay her transportation അവളുടെ money. യാത്രാ സൗകര്യങ്ങൾക്കുള്ളത് We അടയ്ക്കാം. will give her 1 week holiday every year. എല്ലാ വർഷത്തിലും ഒരാഴ്ച അവൾക്ക് അവധിയും ഞങ്ങൾ I കൊടുക്കാം. started to smile. ഞാൻ ചിരിക്കുവാൻ തുടങ്ങി. My wife hit me എന്റെ ഭാര്യ എന്നെ ഇങ്ങനെ ഇടിച്ചു. and said we should have cried more. Even we would got holiday with her. കുറച്ചുകൂടെ കരുതിരുന്നെങ്കിൽ ഞങ്ങൾക്കും അവളെ കൂടെ വെക്കേഷന് പോകാനുള്ള അവസരം കൂടെ ലഭിച്ചേനെ. 7 years they paid the full fees. 7 വർഷം അവളുടെ മുഴുവൻ ഫീസും ആ കോളേജ് തന്നെ അടയ്ക്കുവാനിടയായി. You place a demand on the anointing. നിങ്ങൾ അഭിഷേകത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ, if you place a demand, God will make a way where there seems to be no way. ദൈവം എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി അസാധാരണമായ വഴികളെ തുറക്കും. Look at blind Bartimaeus. അന്ധനായ ബർത്തിമായിയെ നോക്കുക. He's sitting by the roadside. അവൻ റോഡിന്റെ സൈഡിൽ ഇരിക്കുകയാണ്. Never seen Jesus. യേശുവിനെ ഒരിക്കലും കണ്ടിട്ടില്ല. But he places a demand on the anointing. അഭിഷേകത്തെ കണ്ട് അതിനെ വില കൊടുത്തപ്പോൾ He says, Son of David, have mercy on me. അഭിഷിക്തൻ കടന്നു പോകുന്നത് കേട്ടതും അവൻ ഉറക്കെ വിളിച്ചു, ദാവീദിന്റെ പുത്ര, മനസ്സലിയണമേ. Demand on the anointing. അഭിഷേകത്തിന് വില കൽപ്പിക്കുക. He is calling on that anointing. അവൻ ആ അഭിഷേകത്തിൽ He is drawing out of that anointing. അഭിഷേകത്തിൽ നിന്ന് അതിനകത്തുനിന്ന് പുറത്തു വന്നു. As he starts to draw, അതിനകത്ത് നിന്ന് വളരുവാൻ Jesus calls him. യേശു അവനെ വിളിച്ചു. If you draw from the well of Jesus, യേശു ക്രിസ്തുവിനെ ഉറക്കെ നിലവിളിക്കുന്നുവെങ്കിൽ, if you place a demand on that anointing like Mary and Bartimaeus, ബർത്തിമായിയെ പോലെ മേരിയെ പോലെ ആ അഭിഷേകത്തിന് വില കൊടുക്കുന്നുവെങ്കിൽ, you will see miracles break out in your life. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ പൊട്ടി പുറത്തു വരുന്നത് കാണുവാൻ കഴിയും. Your life will not be the same life anymore. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നത് പോലെ ഇനി നിങ്ങൾ ആയിരിക്കുകയില്ല. God is going to take you into a supernatural realm. നിങ്ങളെ അസാധാരണമായ ദൈവകൃപയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും. When you get into the presence of God, നിങ്ങൾ അഭിഷേകത്തിനകത്ത് ചലിച്ചു തുടങ്ങുന്നുവെങ്കിൽ, and say, Jesus, യേശുവേ എന്ന് I വിളിക്കുന്നു. place a demand on your anointing. ഞാൻ അങ്ങയുടെ അഭിഷേകത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു. God will start to move in your life. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ അകത്ത് ചലിച്ചു തുടങ്ങും. Let me tell one story and close. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Many years ago, വർഷങ്ങൾക്ക് മുമ്പ് we used to drive an old broken car. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കാറിലാണ് സഞ്ചരിച്ചുകൊണ്ട്. We are standing in the airport. ഞങ്ങൾ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് All the heathens are going in nice car. എല്ലാ ജാതിയായിട്ടുള്ള ആൾക്കാരെല്ലാം നല്ല കാറിൽ പോയി വന്നു. We got very angry. ഞങ്ങൾക്ക് വളരെ ദേഷ്യം തോന്നി. And I said to God, ഞാൻ ദൈവത്തോട് പറഞ്ഞു, this is the last day I'm going to drive a broken car. ഈ പൊട്ടിപ്പൊളിഞ്ഞ കാർ ഞാൻ ഇന്ന് അവസാനമായിട്ടാണ് ഓടിക്കാൻ പോകുന്നത്. I'm your son. ഞാൻ നിന്റെ മകനാണ്. I'm called to be blessed. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. God started to bless me. ദൈവം എന്നെ അനുഗ്രഹിക്കാൻ. I started to get cars. ഞാൻ പുതിയ കാറുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. By God's grace, എൻ്റെ ദൈവത്തിന്റെ കൃപയാൽ last 19 years of my life, എൻ്റെ കഴിഞ്ഞ 19 വർഷത്തെ ജീവിതത്തിൽ I have been blessed with 18 cars. 18-ലധികം കാറുകളെ കൊണ്ട് കാറുകൾ എനിക്ക് ദൈവം നൽകി. I didn't buy a single car. ഒരു കാർ പോലും ഞാൻ വാങ്ങിയതല്ല. I didn't buy it. ഞാൻ ഇതുവരെയും മേടിച്ചിട്ടില്ല. People gave it to me. ആൾക്കാർ എനിക്ക് തരാൻ തുടങ്ങി. If God can give me, എനിക്ക് ദൈവത്തിന് എനിക്ക് തരാൻ കഴിഞ്ഞാൽ, can't God give it to you? നിങ്ങൾക്ക് തരാൻ കഴിയുകയില്ലയോ? My father came to my house എൻ്റെ അപ്പൻ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ and he said to me, എന്നോട് ഇങ്ങനെ പറഞ്ഞു, God has really blessed you. നിന്നെ വാസ്തവമായി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. I live in a house that I did not build. ഞാൻ പണിത ഭവനത്തിലല്ല ഞാൻ താമസിക്കുന്നത്. But I have been given a house. എനിക്ക് ഒരു വീട് ലഭിച്ചു. My house looks like the walls of Jerusalem. ജെറുസലേമിന്റെ മതിലുകളെ പോലെയാണ് എൻ്റെ ഭവനം ഇരിക്കുന്നത്. Same
color of the walls. ആ മതിലുകളുടെ കളറിന്റെ അതേ കളറുകളാണ്, Same stones. അതേ കല്ലുകളാണ്. God gave me the house that I desired. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹിച്ച ഒരു ഭവനത്തെ സ്വർഗത്തിലെ ദൈവം തന്നു. A non-Christian bought me my house. ഒരു അക്രൈസ്തവനായ മനുഷ്യൻ എനിക്ക് വീട് വാങ്ങിത്തന്നു. കുശുമ്പ് കേറല്ലേ, അസൂയ കേറല്ലേ? അതാ ഞാൻ പറഞ്ഞ ജീവനല്ല ബലിയാണെങ്കിൽ ഇടയ്ക്കൊരു വെട്ടുണ്ട്, അകത്ത് കേറല് തെറ്റായി ഒന്നു. അകത്ത് അസൂയം കൊടുത്തിരുമ്പോ കയറരുതേ. ജീവനുള്ള My wife said to me one day, എൻ്റെ ഭാര്യ എന്നോട് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, a prophet said that I will have a BMW car. ഒരു പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്കൊരു BMW കാർ കിട്ടാൻ പോകും. Where is my BMW? ഞാൻ ചോദിച്ചു എൻ്റെ BMW കാർ. I told my wife, I did not say, the prophet said go and catch his net, not my neck. എൻ്റെ കാര്യമല്ല, പ്രവാചകനാണ് പ്രവചിച്ചത്, അതുകൊണ്ട് പ്രവാചകൻ തന്നെ കൊണ്ടുവരട്ടെ. My wife said, but you teach placing a demand on the anointing. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നീ എപ്പോഴും അഭിഷേകത്തെ അവകാശമാക്കുക എന്ന് പറയാറുണ്ടല്ലോ. So let's place a demand. അതുകൊണ്ട് ആവശ്യപ്പെടുക. I placed a demand that night and prayed. ആ രാത്രിയിൽ ഞാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചു. I said, God, I place a demand on the prophetic word that was released. ഞാൻ എൻ്റെ മേൽ വീണ പ്രവചന ശബ്ദത്തെ ഞാൻ ആവശ്യപ്പെടുന്നു. And I speak, let it happen, let it come to pass in Jesus' name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ അതിനെ പാസ് ചെയ്യുന്നു. We slept, we went, next morning I went to drop my children. എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവാനായി രാവിലെ ഞാൻ കടന്നുപോയി. Dropped them in school, came back. സ്കൂളിൽ വിട്ടിട്ട് മടങ്ങി വരുമ്പോൾ My neighbor, who's a Catholic man, ഒരു കത്തോലിക്കക്കാരനായ എൻ്റെ അയൽവാസി from Poland, പോളണ്ടിൽ നിന്നുള്ളവൻ, he said to me, എന്നോട് ഇങ്ങനെ പറഞ്ഞു. he was standing outside. അവൻ പുറത്ത് നിൽക്കുകയാണ്. He said, how is my new BMW car? സഹോദര നോക്ക്, എൻ്റെ പുതിയ BMW കാർ എങ്ങനെയുണ്ട്? I said, nice. ഞാൻ പറഞ്ഞു, കൊള്ളാം. I never ask people price. ഞാൻ അവരോട് എത്ര രൂപയാണെന്ന് സാധാരണ Some ചോദിക്കാറില്ല. of us have a habit, how much is the car? ചിലരുടെ ഒരു ക്വസ്റ്റ്യൻ എത്ര രൂപയായി? Don't ask that. അങ്ങനെ ചോദിക്കരുത്. If you have a desire to help them, then only ask. എന്തെങ്കിലും കാശ് കൊടുക്കാൻ അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ചോദിക്കാവൂ. How much is your house? നിന്റെ വീടിന് എത്ര How രൂപയായി? much is your shirt? നിന്റെ ഷർട്ടിന് എത്ര രൂപയായി? If you want to buy, then only ask. വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ മാത്രമേ ചോദിക്കാവൂ. I don't ask. ഞാൻ ചോദിക്കാറില്ല. I said to him, very nice car, may God bless you. നല്ല കാറാണ്, ഈ കാറിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. He looked at me and he said, do you want it? ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിനക്കിതിനെ ഇത് വേണമോ? I am not a typical Malayali. ഞാൻ ഒരു പാരമ്പര്യ മലയാളിയല്ല. I am born in Punalur, Anjal, in Anjal, St. John's. അഞ്ചലിലാണ് ഞാൻ ജനിച്ചത്. But I am a Punjabi in nature. പക്ഷേ സ്വഭാവത്തിൽ പഞ്ചാബിയാണ്. He said, do you want it? അയാൾ ചോദിച്ചു, നിനക്ക് വേണമോ? I said, thank you very much, give it to me. ഞാൻ പറഞ്ഞു, നന്ദി, വളരെ നന്ദിയുണ്ട്, ഇങ്ങ് തന്നോളൂ. I called my wife on the എന്റെ phone. ഭാര്യയോട് ഫോണിൽ വിളിച്ചു I പറഞ്ഞു, said, your car has come down. നിന്റെ കാർ വന്നുകൊണ്ടിരിക്കുക. വന്നു. She said, don't joke. തമാശ പറയരുത്. I said, no, it's serious, the car is here. കാർ ഇവിടെ വന്നിട്ടുണ്ട്. She came down. അവൾ താഴേക്ക് വന്നു. Darius, my neighbor, gave the key to her. സത്യത്തിൽ എൻ്റെ അയൽവാസി എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ആക്കി കൈമാറി. We just placed a demand on the anointing. ആ അഭിഷേകത്തിന് വില കൊടുക്കുന്നുവെങ്കിൽ God fulfilled what we prayed for. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരും. Don't get angry when others get blessed. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്ത് ദേഷ്യം വരരുത്. Don't get mad when somebody gets blessed. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്ത് സങ്കടം വരരുത്. You keep on placing a demand on God. നിങ്ങൾ നിശ്ചയമായും പിന്നെയും കർത്താവിനോട് അഭിഷേകത്തിന് വേണ്ടി വില കൊടുക്കും. And when you do that, നാം അത് ചെയ്യുന്നെങ്കിൽ you will see God's glory in your life. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുവാനിടയാണ്. How many of you are ready to see breakthroughs in your life?
life? എത്ര പേർ ജീവിതത്തിനകത്തൊരു വിടുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you want to see God moving in your life? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് ചലിക്കുന്നത് കാണുവാൻ എത്ര പേർ I'm ആഗ്രഹിക്കുന്നു? going to place a demand on the anointing. അതിന്റെ അഭിഷേകത്തിന് വേണ്ടി വില കൊടുക്കുന്നവരായി I'm തീരണമെന്ന് going to pray for you അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ that ആഗ്രഹിക്കുന്നു. God's glory will descend and breakthroughs will start in your life. ദൈവത്തിന്റെ മഹത്വം ഇന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികളെ പ്രൊവിഷനുകളെ ചെയ്യും. That God will start to bless you abundantly. സമൃദ്ധിയെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഇട്ടുതരും. God will open up the doors in your life. നിങ്ങളുടെ ലൈഫ് ജീവിതത്തിനകത്ത് പുതുവാതിലുകളെ ദൈവം തുറന്നു Your തരും. life will become fruitful in the next 3 months. അടുത്ത 3 മാസത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഫലമുള്ളതായി മാറത്തക്കവണ്ണം I'm going to pray for you. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Let's close our eyes. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റത് കണ്ണുകളെ അടച്ചു. Father, in the name of Jesus, സ്വർഗീയ പിതാവേ, നിന്റെ നാമത്തിൽ I place a demand on the anointing. ഈ സമയം പരിശുദ്ധാത്മാവിന്റെ ആവശ്യകതയ്ക്കകത്ത് നിന്നുകൊണ്ട് I pray right now that the anointing will break every yoke upon people's life. അഭിഷേകം നുകങ്ങളെ തകർക്കുന്ന പകൽക്കാലമായി മാറുന്നു. I pray the anointing will move things from their life. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും അഭിഷേകം മാറ്റിക്കളയാൻ In the name of Jesus, യേശു ക്രിസ്തുവിൻ നാമത്തിൽ I bless them right now. ഇപ്പോൾ ഞാൻ ഇവരെ And I അനുഗ്രഹിക്കുന്നു. pray they will see the blessing of the Lord. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. Their children will be blessed of you. അവരുടെ തലമുറകൾ Let അനുഗ്രഹിക്കപ്പെടട്ടെ. doors open in front of them. അവിടെ മുമ്പിൽ വാതിലുകൾ തുറക്കട്ടെ. Every shut door open in Jesus' name. എല്ലാ അടഞ്ഞ വാതിലുകളും തുറന്നു വരിക യേശുവിൻ നാമത്തിൽ. I speak the power of the Lord upon their life. ദൈവത്തിന്റെ ശക്തി അവരുടെ ജീവിതങ്ങളിൽ ഞാൻ കൽപ്പിക്കുന്നു. Let the glory of the Lord manifest. അഭിഷേകം ഇതിനകത്ത് വെളിപ്പെടട്ടെ. Let people see and testify of your glory. അവരുടെ അഭിഷേകത്താൽ ജ്വലിക്കട്ടെ. Like Mary said, മറിയ പറഞ്ഞതുപോലെ we speak in faith. ഞങ്ങൾ വിശ്വാസത്താൽ കൽപ്പിക്കുന്നു. Doors open. വാതിലുകൾ തുറക്കട്ടെ. Breakthroughs take place. ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കട്ടെ. Healings take place. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. People come out of debt in the name of Jesus. കടബാധ്യതകൾക്കകത്തു നിന്ന് പുറത്തു വരിക. Let Jesus be glorified in their life. ദൈവത്തിന്റെ നാമം അവരുടെ ലൈഫിൽ മഹത്വം Let എടുക്കട്ടെ. Jesus become the priority in their life. ജീവിതത്തിൽ പ്രാധാന്യം യേശുവിനായി തീരട്ടെ. In the name of Jesus, യേശു ക്രിസ്തുവിൻ I നാമത്തിൽ bless them. ഞാൻ I അനുഗ്രഹിക്കുന്നു. seal them. ഞാൻ അവരെ സീൽ ചെയ്യുന്നു. I seal them by your blood. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു. I seal them by your name. യേശുവിന്റെ നാമത്താൽ മുദ്രയിടുന്നു. In Jesus' name. യേശു ക്രിസ്തുവിൻ In നാമത്തിൽ Jesus' name we pray. ആമേൻ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ചേർത്തടിച്ച് നല്ല കർത്താവിനെ താങ്ക് യു സോ മച്ച്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരമായ ജൂൺ മാസത്തിലെ ഫസ്റ്റ് സൺഡേ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ചരിക്കുകയും കർത്താവേ, ഈ മാസത്തിലുള്ള ഞങ്ങളുടെ ബ്ലെസ്സിങ്ങുകളെ ഞങ്ങളുടെ മേൽ പകരുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബ്രാഞ്ച് ചർച്ചസുകളെയും ബ്ലെസ് ചെയ്യുന്നു. അവരുടെ ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നെടുമങ്ങാട് ചർച്ചിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വലിയൊരു കൂട്ടമായി പെരുകി വർദ്ധിച്ച് ഈ ദേശത്തെ അതിനെ ഭരിക്കുന്നവരായി തീരത്തക്കവണ്ണം കർത്താവെ, നിങ്ങൾ ഈ ഭൂമിയെ വാഴുവിനെന്ന അഭിഷേകത്തോടെ ഞങ്ങൾ അവകാശമാക്കുന്നു. ദേശത്തെ ബ്ലസ് ചെയ്യുന്നു. നെടുമങ്ങാട് പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും അനേകർ ഈ ഇതിന് ഭാഗമാകുവാനുണ്ട്. അവരെല്ലാവരെയും നാടുകളിൽ കർത്താവ് കൂട്ടിവരുത്തുകയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ സഭയോട് ചേർന്നു എന്ന വചനം പോലെ ആയിരങ്ങൾ കർത്താവെ ഒരുമിച്ച് കൂടി ആരാധിക്കുവാനുള്ള മുഖാന്തരങ്ങളെ സ്വർഗത്തിലെ ദൈവം തുറന്നാട്ട് വലുതും വിശാലമായ വഴികളെ സ്വർഗം തുറക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആശീർവാദം പിതാവും ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഇന്ന് കേട്ട വചനത്തോടുന്ന് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും കടന്നു വന്ന സകല ജനത്തിന്റെ മേലും എന്നും എപ്പോഴും കാലാവസാനത്തോളം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തെ ആർപ്പോടെ സ്തോത്രം ചെയ്യാം.
സന്തോഷത്തോടെ ഒരിക്കൽ കൂടി